ശ്രീപ്രകാശ്, ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥി, എൻ ഡി എക്ക് ഒരു സ്ഥാനാർത്ഥി ഈ നിമിഷം വരെ ആയില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പി വി അൻവർ ഇടഞ്ഞു നിൽക്കുകയാണ്. ഒടുവിൽ പി വി അൻവർ എന്ന പേരിലേക്ക് പോകുമോ? അത്തരമൊരു സാധ്യത പോലും നമ്മൾ ഇങ്ങനെ പലയിടത്തും ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ കേൾക്കുകയാണ്. എന്തുകൊണ്ടാണ് എൻ ഡി എക്ക് ഒരു സ്ഥാനാർത്ഥി ഇല്ലാതെ പോകുന്നത്? അങ്ങനെ അൻവറിലേക്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം ഈ രാജ്യത്തെ ജനങ്ങളുടെ ചുമലിൽ ഇത്രയും വലിയ ഒരു തെരഞ്ഞെടുപ്പ്, രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കാത്തൊരു തെരഞ്ഞെടുപ്പ്, പി വി അൻവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ വികലമായ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കൊമ്പിൽ നിന്നും മറ്റൊരു കൊമ്പിലേക്ക് ചാടിയപ്പോൾ പാവപ്പെട്ട ജനങ്ങളുടെ ചുമലിൽ കെട്ടിവെച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന് അങ്ങനെയാണ് ബി ജെ പി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ബി ജെ പിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ്, ഈ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് ഈ രാജ്യത്ത് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. കേരള രാഷ്ട്രീയത്തിലൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. കേരളത്തിൻ്റെ വികസനത്തിലൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു മാറ്റവും ഉണ്ടാകാൻ പോകാത്ത ഒരു തെരഞ്ഞെടുപ്പ് രാജ്യത്തെ നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചു എന്ന് മാത്രമല്ല, കോടാനുകോടി രൂപയുടെ നഷ്ടം രാജ്യത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന, നമ്മുടെ ഖജനാവിന് ഉണ്ടാക്കിയിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പി വി അൻവർ എന്ന വ്യക്തിയിലേക്ക് പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ മണ്ഡലം, 2 മണ്ഡലമാണ് നിലമ്പൂർ നിയോജകമണ്ഡലം എന്ന് പറഞ്ഞാൽ, എടക്കരയും നിലമ്പൂരും 2 നിയോജകമണ്ഡലം കൂടിയതാണ് ബി ജെ പിക്ക് ഒരു നിയമസഭാ മണ്ഡലം പുതിയ ഞങ്ങൾ തീരുമാനപ്രകാരം. അതുപ്രകാരമുള്ള 2 മണ്ഡലത്തിൻ്റെയും കമ്മിറ്റികൾ ഞങ്ങൾ യോജിച്ച് കമ്മിറ്റി ചേർന്ന് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട്, ഇവിടെ ബി ജെ പിക്ക് മുന്നേറാൻ എന്തൊക്കെ രീതിയിലാണ് മുന്നേറാൻ പറ്റുക, ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്നതിനെക്കുറിച്ച് കൃത്യമായ ചർച്ചകൾ നടത്തി തീർച്ചയായിട്ടും സംസ്ഥാന നേതാക്കന്മാർ വന്നിരുന്നു. അതുപോലെ തന്നെ നാളെ സംസ്ഥാന തലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ചർച്ച നടക്കുന്നുണ്ട്. അവിടെ വെച്ച് കൃത്യമായിട്ടുള്ള തീരുമാനമുണ്ടാകും. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ട്. തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കാൻ ഇനിയും സമയമുണ്ട്. നല്ലൊരു സ്ഥാനാർത്ഥിയെ, ഇവിടെ ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റാവുന്ന, ഈ നിലമ്പൂരിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു സ്ഥാനാർത്ഥിയെ ബി ജെ പി പറയട്ടെ. സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വരാജിനെ 2016-ലോ 2021-ലോ CPM മത്സരിപ്പിക്കാൻ വേണ്ടി തയ്യാറായില്ല. അവർ സ്വതന്ത്രരുടെ പിന്നാലെ പോയി. കോൺഗ്രസ്സുകാരനെ ഇവിടെ സ്ഥാനാർത്ഥി 2 തവണയും പി വി അൻവർ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടാണ് അവിടെ നിന്നത്, ഇവിടെ മത്സരിച്ചത്. അങ്ങനെയാണ് ഈ സീറ്റ് ഇന്ന് അവർ പിടിച്ചെടുത്തത്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, CPM ഇപ്പോൾ കാണിക്കുന്നത് ശരിക്കും CPM-ന്റെ രാഷ്ട്രീയ വോട്ടുകൾ മാത്രം കിട്ടുവാനുള്ള സ്ഥാനാർത്ഥിയായിട്ടാണ് സ്വരാജിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. CPM ഈ തെരഞ്ഞെടുപ്പിനെ ഗൗരവത്തോടെ കാണുന്നുണ്ടോ എന്നുകൂടി അങ്ങനെ ഒരു ആക്ഷേപം കൂടി ഉന്നയിക്കുകയാണ്. അതേസമയം എൻ ഡി എക്ക് സ്ഥാനാർത്ഥിയായില്ല എന്ന വലിയ ചോദ്യവും അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ അതിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്.